അങ്ങ് തുടങ്ങുക. ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വ്ലോഗ്. നമ്മളിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. ടാങ്ക് കുറേ ക്ലീൻ ചെയ്തിട്ട് അതുകൊണ്ട് നല്ല പണിയായിരുന്നു. ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തു ടാങ്ക്. പക്ഷെ തിരിച്ച് മീൻ ഇടുന്നത് കാണണ്ടേ, അത് കാണിക്കാൻ വേണ്ടത് വന്നേ. നമ്മൾ മീനിനൊക്കെ പിടിച്ച് 2 ബക്കറ്റിലും ഡ്രമ്മിലൊക്കെ ആക്കി വെച്ചേക്കാം. ദേ ഈ ഒരു ബക്കറ്റിൽ മീനുണ്ട്, ആ ഡ്രമ്മിലും മീനുണ്ട്. ഈ മഗ് കഴുകാൻ എടുത്ത് വെച്ചേക്കായിരുന്നു. എൻ്റെ ഒരു വല അങ്ങനെ കീറിപ്പോയി. പുതിയ വലയായിരുന്നു കേട്ടോ. മൊത്തം കീറിപ്പോയി. മീൻ കീറിയതാണ്, മീനെ പിടിച്ചപ്പോൾ പൊട്ടിപ്പോയതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ടാങ്ക്. ഇതിനകത്തേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പം നമ്മളെ ടാങ്ക് ദേ ഒരു 1/4 ഭാഗം വെള്ളമായിട്ടുണ്ട്. ബാക്കി ഇത്രയും നിറയാൻ കിടക്കുക. നമ്മൾ പിടിച്ചിട്ട മീനുകൾ ദേ ഇത് കിടന്ന് കുറച്ച് ഉയർപ്പ് പൊട്ടുന്നുണ്ട്. പക്ഷെ സാരമില്ല, അവരെ നമുക്കൊരു നല്ല ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടല്ലേ. ഇതിനകത്ത് നമ്മളെ വലിയ മീനുകളും ഇതിനകത്ത് നമ്മളെ മീഡിയം ആൻഡ് സ്മോൾ ഫിഷസുമാണ് ഉള്ളത്. അതുണ്ടെങ്കിൽ നമ്മളെ വെള്ള തിലോപ്പികൾ കുഞ്ഞുങ്ങളായിട്ടുണ്ട് കേട്ടോ. വൈറ്റ് തിലോപ്പി, റെഡ് തിലോപ്പിയ മക്കളായിട്ടുണ്ട്. ദേ അവരുടെ കുഞ്ഞുങ്ങളായി കാണുന്നതൊക്കെ കേട്ടോ. കുഞ്ഞുങ്ങൾ വിളിച്ചപ്പോൾ അമ്മയും വന്ന് നിൽക്കുന്നുണ്ട്. അത് നമ്മളെ ജൈൻറ്റ് ഗൗരയുടെ ടാങ്കാണ്. അപ്പം നമുക്കിവരെ ആദ്യം ഈ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചിട്ട് വിടാം. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചു. അങ്ങനെ അതൊക്കെ അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അവരാദ്യം പോട്ടെ. കുറച്ച് പേരും കൂടെ ഉണ്ട്. അവരിട്ട് വലിയ മീഡിയം നിങ്ങൾക്ക് കാണാം കേട്ടോ. കാരണം അല്ലാതെ ഇതിനെ കിട്ടത്തില്ല. എന്തായാലും ഇട്ട് കോരിക്കഴിഞ്ഞാൽ അതിലേക്കൊന്നും മുക്കാൻ പോലും വയ്യ. നമ്മുടെ ഒരു റെഡ് തിലോപ്പിയ മീനാണ് ഈ കാണുന്നത്. ഇവരാണ് മക്കളായത് കേട്ടോ. ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഉണ്ടായത്. നമ്മൾ തിരിച്ച് വെള്ളത്തിലേക്ക് ഇട്ടു. ചിലർ ചോദിക്കും ഇറക്കി വെക്കുന്നില്ല എന്നൊക്കെ. പക്ഷേ ഇത് സെയിം വെള്ളമാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കെയർലെസ് ആയിട്ട് എടുത്തിരുന്നത്. മറ്റേ വെള്ളത്തിനകത്ത് ജൈൻറ്റ് ഗൗരമി എനിക്ക് പൊക്കി നോക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചില അസൗകര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കും, ഞാൻ തന്നെ മീൻ പിടിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് എല്ലാ മീനിനും പിടിക്കുന്നത് കാണിച്ചു തരാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും ഞാൻ ശ്രമിക്കാം പരമാവധി. ഇത് ലാസ്റ്റുള്ള മീനുകളാണ്. അവരെ നമ്മൾ ഇടാൻ പോവാണ്. ഇട്ടു. ഇനി അതിനകത്തുള്ള വലിയ മീനെ പിടിക്കണം. ഈ വൈറ്റ് തിലോപ്പി ഒന്നും മക്കളാവുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാര്യം സാധാരണ ഇവർ മക്കളാവാറില്ല. എല്ലാവരും കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ കഴിക്കാറില്ല. സോ കടത്ത മീനെ കഴിക്കാറില്ല. അതുകൊണ്ട് അവർ ഇവിടെ തന്നെ കിടന്ന് വലുതായി. ആരെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിക്കുവാണെങ്കിൽ ഒക്കെ വാങ്ങിക്കാനെ കൊടുക്കുന്നല്ലാതെ നമ്മളല്ലാതെ കഴിക്കാറില്ല. ഇത് നമ്മൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ടാങ്കാണ്. അതുകൊണ്ട് നമ്മൾ ഇടുന്നത് അതിനകത്തോട്ടാണ്. നല്ല സമയം വേണം കേട്ടോ നിറയ്ക്കാൻ. കാരണം ഒരുപാട് 4 ലിറ്റർ വെള്ളമുണ്ട് ഇതിൻ്റെ ടാങ്കിനകത്ത്. മൊത്തം നിറയ്ക്കേണ്ട ആവശ്യമില്ല. ലീക്കുണ്ട് ഇതിന് കുറച്ച്. അപ്പം നമ്മൾ കുറച്ചേ നിറയ്ക്കത്തുള്ളൂ. നമ്മളെ മീനുകളൊക്കെ മുകളിലിരിക്കുന്നുണ്ട് എല്ലാവരും. നമ്മൾ വെള്ളം മാറ്റുന്നിട്ടില്ല. ഒരു മീൻ കുഞ്ഞ് ചത്തുപോയി. അപ്പോൾ അതിൻ്റെ ഡെഡ് ബോഡിയാണ്. പാവം, ഈ മീനിൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങോട്ട് നോക്കിയോ, ഈ വല കൊണ്ട് ഈ മീനെ പിടിക്കാൻ പറ്റുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. എന്നാലും നമ്മളൊന്ന് പരീക്ഷിക്കുവാണ്. എടാ പൊന്തിയോടാ. അയ്യോ, ഇതുണ്ടോ നോക്കിയേ. നമ്മളെ ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമി ഫിഷാണിത്. ഓ, അവൻ്റെ അടുത്തങ്ങ് ചാടി. നമ്മൾ അടുത്ത ആളെ പിടിക്കാൻ പറ്റും നോക്കുകയാണ്. അതാ എല്ലാവരും കൂടെ ഒരുമിച്ച് കയറാതടാ, എനിക്കാവൂലടാ. ഓരോരുത്തർ പതുക്കെ വന്നേ. ഇല്ല, എന്തുവാടെ കളിക്കുന്നത്? അതാരാ? ഓ, അതിനെങ്ങനെയാ അനുസരണം? എൻ്റെ പൊന്നേ, അവൻ ചാടിയെന്ന് നോക്കിയേ. അത് നോക്കി അടിച്ചൻ കലക്കുക ഓരോ മീനിൻ്റെ സൈസ്. അടുത്തവൻ അവൻ്റെ സൈസ് നോക്കിയാണ്ടാ. ഈ വലയെ കൊള്ളത്തില്ല അവൻ. ഓ, അയ്യോ. ജൈൻറ്റ് ഗൗരാമി 3 നമ്മളിലുള്ളത്. ആ 3 ഇപ്പോൾ ചാടി. ഇനി ഇതിനകത്ത് ഷാർക്കുണ്ട്, വൈറ്റ് ഷാർക്ക്. അത് പിന്നെ വേറെ കള്ള സ്വഭാവം ഉള്ളതുകൊണ്ട് വൈറ്റ് ഷാർക്ക് 2 പേര് അതാ അവരിട്ടു. കുറച്ചും കൂടെ കാണുമല്ലോ. ഇനിയുണ്ട് കേട്ടോ.
അടുത്ത അവനെ ഇട്ടു. ഇനി വേറെ ഉണ്ടോ? ഇല്ല, അതേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് താഴെ ആ ഡ്രമ്മിനകത്തും കുറച്ച് കുഞ്ഞു മീനുകൾ, ഇതിൽ പിടിച്ച കുഞ്ഞു മീനുകൾ കുറേ അതിനകത്തുണ്ട്. ഈ ബാലിൽ കൂടെ പുറത്തു പോയത്. നമ്മൾ താമരയുടെ പോട്ടുകളാണ് ആ കാണുന്നത് മുഴുവൻ കേട്ടോ. അതൊക്കെ താഴെയൊക്കെ മീനുണ്ട്. അവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ അപ്പുറത്ത് വേറെയുണ്ട് നമ്മുടെ ടാങ്ക്. ഇതൊരു ഞാവൽ മരത്തിൻ്റെ തൈയാണ്. എൻ്റെ ബാക്കിലൊരു മാവ്. പിന്നെ നമ്മൾ കൊന്നയുടെ മരമാണ്. കൊന്ന പ്രാവശ്യം കൊമ്പ് വെട്ടിച്ചാണ്. നമ്മളെ പേരയ്ക്ക, നമ്മളെ ഗന്ധരാജൻ. ഇതൊരു ബുഷേടി കേട്ടോ. അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നിറച്ച് ഇങ്ങനെ ഇല പിടിച്ചിരിക്കും എപ്പോഴും. ഈ ചാമ്പയ്ക്ക കൊള്ളത്തില്ല, അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ വള്ളി കയറ്റിയേക്കാണ്. അപ്പം ഒരു ഈവനിങ് സന്ധ്യ വ്യൂ ഓഫ് മൈ പറമ്പ്. മൊത്തം കാട് പിടിച്ച് കിടക്കുന്ന പോലെ ഇല്ലേ? മൊത്തം പച്ചപ്പും ഹരിതാവിയുമുള്ള സ്ഥലമാണ് ഇവിടെ കേട്ടോ. നല്ല ഭംഗിയാണ്. നമ്മളെ റോഡാണ്. റോഡ് സൈഡിൽ അത് നമ്മുടെ ജംഗ്ഷൻ. അപ്പുറത്തോട്ട് നോക്കിയാൽ നേരെ നോക്കിയാൽ ജംഗ്ഷൻ കാണാം. ഇത് മൊത്തം ഞാലിപ്പൂവൻ്റെ വാഴകളാണ്. ചിലർക്ക് രസകദളി എന്നൊക്കെ പറയും. ഞാലിപ്പൂവൻ. ഈ കാണുന്ന ഫസ്റ്റ് കാണുന്ന ഈ കുണ്ട മാത്രം, ഈ ഗ്രൂപ്പ് മാത്രം, കുണ്ടാന്ന് പറയുന്നത് വാഴയുടെ ഗ്രൂപ്പിൽ കേട്ടോ. കുണ്ട മാത്രം മറ്റേ ഇതാ കുന്നൻ വാഴ കുന്നൻ വാഴ എന്ന് പറഞ്ഞ ഒരു മെഡിസിനൽ വാഴയാണ്. ഞാലിപ്പൂവൻ പോലെ തന്നെ ടേസ്റ്റുള്ള പഴ. പക്ഷേ ഇരിഞ്ഞെടുക്കാൻ ഭയങ്കര പാടാണ്. തൊലിക്ക് ഭയങ്കര തൊലിയാണ്. ഈ കൊച്ചുങ്ങൾക്ക് പൊടി ഉണ്ടാക്കാൻ വേണ്ടി ഈ വാഴ ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ലത് ഈ വാഴയാണ്. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.